പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാവുകളാണ്. നരകമോചനം തേടേണ്ട, സ്വർഗപ്രവേശനം തേടേണ്ട പുണ്യമായ രാത്രിയാ സഹോദരാ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാവാ മക്കളെ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്ർ ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. നിബിധങ്ങൾ അവിടെന്ന് പറയുകയായി, സദസ്സിലിരിക്കുന്ന ഒരു പെണ്ണിന് സ്വർഗമുണ്ട്. നിബിധങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഈ വയലുകൾ കാമെന്നിരിക്കുന്ന ഒരു പെണ്ണുണ്ടല്ലോ, അവൾക്ക് സ്വർഗമുണ്ടെന്നല്ല നിബിധങ്ങൾ പറയുന്നത്, അവൾക്ക് സ്വർഗം ലഭിക്കുമെന്നല്ല നിബിധങ്ങൾ പറയുന്നത്. ഈ സദസ്സിലിരിക്കുന്ന പെണ്ണുങ്ങളിൽ ഒരു പെണ്ണിന് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഈ വയലുകൾ കാമെന്നിരിക്കുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് പിടിച്ചിട്ട് ആ തളർന്ന ശരീരവുമായി തറാവീഹും വിത്തറും ഇശായും നിസ്കരിച്ചിട്ട് ഈ വയലുകൾ കാമെന്നിരിക്കുന്ന വാപ്പമാരെ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ, നിങ്ങളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. ആ മനുഷ്യൻ ആരാണെന്നറിയുമോ? നിങ്ങൾക്കറിയണോ? സ്വർഗത്തിന്റെ പാസ് കയ്യിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യനാരാണെന്ന്? സ്വർഗം നിർബന്ധമായ മനുഷ്യനാരാണെന്നറിയുമോ? അല്ലാഹുവേ, ആ ഒരാളിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു പെടുത്തുമാറാകട്ടെ. ആ ഒരാൾ ആരാ? ഈ വയലുകൾ കാമെന്ന എല്ലാവരും ഒരാളെ നോക്കിയിട്ട് പറയുന്നു, ആ പോകുന്നവനാ സ്വർഗത്തിന്റെ അവകാശി എന്ന് പറയുന്നവനല്ല. ഈ പെണ്ണുങ്ങൾ മുഴുവനും ഒരാളെ നോക്കിയിട്ട് പറയുകയാ, ആ പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന്, സ്വർഗം നിർബന്ധമായ മനുഷ്യനെന്ന് നബിതങ്ങൾ പരിചയപ്പെടുത്തി. ആ ഒരാളാരാ? അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ ഒരാളെ ഞാൻ പറഞ്ഞു തരട്ടെ. വേണോ വേണ്ടയോ? വേണോ വേണ്ടയോ? ആ സ്വർഗം നിർബന്ധമായ മനുഷ്യൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ മനുഷ്യൻ ആരെന്നറിയോ? ആ മനുഷ്യൻ ആരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾ മരണപ്പെട്ടു. ഈ വയലുകൾ കാമെന്നിരിക്കുന്ന നമ്മളിൽ ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 40 ലക്ഷം പേരല്ല, 4 ലക്ഷം പേരല്ല, 40,000 പേരല്ല, 400 പേരല്ല, 40 പേരല്ല, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ, അവൻ നല്ലവനാണെന്ന് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എത്ര പേര് പറയണം? ചങ്ങായി, എത്ര പേര് പറയണം? 4 പേര്. 4 പേര്. സഹോദരി, നിന്നെ കുറിച്ച് 4 പേര് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് പറയുവോ? നിങ്ങൾ എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എടോ, നിങ്ങൾ വെടികൊണ്ടതുപോലെ ഇരിക്കണേ. നിങ്ങൾ മരണപ്പെട്ടാൽ നിങ്ങളെ കുറിച്ച് 4 പേര് നല്ലത് പറയുമോ? ഇല്ലേ? പറയോ താത്താമാരെ? ചിരിക്കുന്ന എന്നെ നോക്കിയിട്ട് ചിരിക്കുക. സിറാജെ, 4 ലക്ഷം പേരൊന്നും അല്ലല്ലോ, 4 പേര് പറഞ്ഞാ പോരെ? നമ്മുടെ മുഖത്തൊരു ചിരിയുണ്ട്. 4 പേര് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നമുക്ക് സ്വർഗം നിർബന്ധമാണല്ലോ. അപ്പൊ ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറയും, ഒരു ചിന്ത നമുക്കുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ദാതാമാരെ, ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, കഞ്ചാവ് അടിച്ച് കിടക്കുന്ന ഒരുത്തം പറയാ നീ നല്ലവനാണെന്ന്, സ്വർഗം കിട്ടുവോ? കിട്ടൂല. ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട 4 പേര് പറയണം. ആരെയെങ്കിലും കൊണ്ട് പറയിപ്പിച്ചാ പോരാ, പറയേണ്ടവര് പറയണം നീ നല്ലവനാണെന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളെ കുറിച്ച് പറയേണ്ടവര് പറയണം നമ്മൾ നല്ലവരാണെന്ന്.
ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയോ? ആരാ നമ്മളെ കുറിച്ച് പറയേണ്ടതെന്നറിയുവോ? ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടവര് പറയണം ചെറുപ്പക്കാരാ, പറയേണ്ടവര് പറയണം പെങ്ങള്. ആ 4 പേരാരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ നീ അവരുമായിട്ട് പടച്ചവന് ആ സ്നേഹമൊന്ന് നല്ലതുപോലെയാക്ക്. അവരെ ഒന്ന് തയ്യാറാക്കൂ. വീട് വെച്ച് കൊടുക്കണോ, പണം കൊടുക്കണോ, സ്വർണം കൊടുക്കണോ, എന്ത് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേര് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ അവിടെ നിന്ന് പറയണം, പടച്ചവനെ സിറാജ് നല്ലവനാണ് തമ്പുരാന്, അല്ലാഹുവേ സിറാജ് നല്ലവനാണ്, ഞാനാണ് സാക്ഷി പറയുന്നത്, ഞാനാണ് സാക്ഷി പറയുന്നത് എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ 4 പേര് എന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് സ്വർഗമുണ്ടെന്ന് മുത്തുനബി അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ആ 4 പേരാരാണെന്നൊന്ന് പഠിച്ചുകൂടെ? ആ 4 പേരാരാണെന്ന് പഠിക്കടോ. എന്നിട്ട് അവരെ ഒന്ന് കൂടെ കൂട്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാൻ പരിശ്രമിക്ക്. അല്ലാഹുവേ 4 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞാൻ പറഞ്ഞു തരാം ആ 4 പേരാരാണെന്ന്. 4 പറയാന്ന് വാക്കൊന്നും പറയൂല. 12 മണി വരെ സമയമുണ്ട്. അതിൻ്റെ ഇടയിൽ എന്തെല്ലാം പറയാൻ പറ്റുമോ അത്രയും പറയും. എൻ്റെ ജോലി വഴുതു പറയണം, പിരിക്കണം, ദുആ ചെയ്യണം. മീകായിൽ അലൈഹിസ്സലാമിന്റെ ജോലിയാ. മഴ, ഇടി, മിന്നൽ, കാറ്റ് എല്ലാം എൻ്റെ ഇല്ല. ഈ കാണുന്ന 12 മണിക്ക് മുമ്പ് ഇതെല്ലാം പറഞ്ഞു തീർത്തിട്ട് വേണം എനിക്ക് പോകാൻ. അതുകൊണ്ട് ഒരെണ്ണമെങ്കിലും ഒരെണ്ണം അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ ചരിത്രം എടുത്തു വായിച്ചു നോക്കുക. 63-ാമത്തെ വയസ്സിലാണ് നബിതങ്ങൾ ലോകത്തോട് വിട പറഞ്ഞത്. നബിതങ്ങൾ 63-ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. നബിതങ്ങൾ വഫാത്തായ വാർത്ത മദീന മുഴുവനും കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാ. നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും നിലവിളിക്കുകയാ. അറിയുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ നബിതങ്ങൾ വഫാത്തായെന്ന് അറിയുന്നവർ മുഴുവനും കരയുകയാ. എല്ലാവരും വീട്ടിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയിലേക്ക് ഓടുകയാ. ഒരു നാട് മുഴുവനും കരയുന്നു. എടോ, നിങ്ങളുടെ നാട്ടിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നാട് മുഴുവനും കരയാറില്ല. കരയുന്നവനെ സമാധാനിപ്പിക്കാനെങ്കിലും ആരെങ്കിലും ഉണ്ടാകും. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനമാണ്. ക്ഷമിക്ക് എന്ന് പറയാൻ ഒരാളുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ നബിതങ്ങൾ വഫാത്തായപ്പോ കരയല്ലേ എന്ന് പറയാൻ, ഒന്ന് ക്ഷമിക്കണേ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തൊരു മനുഷ്യനില്ല. കാരണം എല്ലാവരും കരയുകയാ, എല്ലാവരും കരയുകയാ. പ്രമുഖരായ സ്വഹാബത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിൽ പോലുമില്ല. നബിതങ്ങൾ വഫാത്താകുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലില്ല. പിന്നീടുള്ളത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ഉമർ തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഉമർ തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും എന്റെ മുത്തുനബി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കും. ഉമർ തങ്ങൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നടക്കുന്നു. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ബോധമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തളർന്നു കിടക്കുകയാ. സ്വഹാബാക്കൾ മുഴുവനും വല്ലാത്ത സങ്കടത്തിലാ. ഒരു നാട് മുഴുവനും കരയുന്നു. എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വഫാത്ത് തിങ്കളാഴ്ചയാണ് വഫാത്തായതെങ്കിൽ തിങ്കളും കഴിഞ്ഞു, ചൊവ്വാഴ്ചയും കഴിഞ്ഞു, ബുധനാഴ്ചയാ. 3 ദിവസം കഴിഞ്ഞിട്ടാണ് നബിതങ്ങളുടെ ജനാസ ഖബറടക്കുന്നത്. അതിന്റെ കാരണം പടച്ചവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ല, ഒരു നേതൃത്വമില്ല. എല്ലാവരും സങ്കടത്തില്. ആരാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെയാണ് ഖബർ കുടിക്കേണ്ടത്? എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്? ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്? ആരാണ് കഫം പൊതിയേണ്ടത്? ഇത് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അങ്ങനെ മദീന മുഴുവനും വല്ലാത്ത സങ്കടത്തിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവരും സങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്തേക്ക് കടന്നു വരുന്നത്. അബൂബക്കർ തങ്ങളുടെ പ്രത്യേകത ലോലമായ ഹൃദയത്തിന്റെ ഉടമയാ. വലിയ ധൈര്യമൊന്നുമില്ലാത്ത സ്വഹാബി. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് അബൂബക്കർ തങ്ങൾക്ക് ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബി തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ വഫാത്തായി എന്ന് മനസ്സിലായി.
മനസ്സിലായി. സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അവിടുന്ന് പ്രഖ്യാപിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ നേതാവ് കടന്നു വന്നു. പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടി. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് അവിടെ അംഗീകരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂബക്കർ തങ്ങളെ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട്, ഒരു പ്രവാചകൻ എവിടെയാണോ വഫാത്താകുന്നത് അവിടെയാണ് കബറടക്കേണ്ടത്. ഇവിടെ ഇന്ന സ്ഥലത്ത് കബറ് കുടിക്കണം, ഇന്ന ആള് കബറ് കുടിക്കണം, ഇന്ന സ്ഥലത്തു നിന്ന് വെള്ളം കൊണ്ടുവരണം, എല്ലാ കാര്യങ്ങളും അബൂബക്കർ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ, എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വൈകുന്നേര സമയത്തോടു കൂടി പ്രവാചകന്റെ ജനാസ റൗള ശരീഫിന്റെ അകത്ത് കബറടക്കി. അങ്ങനെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഒന്നാമത്തെ ഖലീഫയാവുകയാണ്. അവിടുന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, സമാധാനത്തോടെ ശാന്തിയോടെ അതാ അബൂബക്കർ തങ്ങൾ അവിടുന്ന് ഭരണം നടത്തുകയാണ്. 3 വർഷവും പടച്ചവനെ 4 മാസമാണെന്ന് ചരിത്രം പറയുന്നു. അതാ അബൂബക്കർ തങ്ങൾ ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർക്ക് തങ്ങൾക്ക് മനസ്സിലായി തന്റെ മരണം അടുത്തു വരികയാണെന്ന്. തന്റെ മരണം അടുത്തു വരുന്നു എന്ന് അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അബൂബക്കർ തങ്ങൾക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷേ ഒരു ടെൻഷനുണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയുമോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണമല്ലോ. നബിതങ്ങൾക്ക് അതാ അടുത്ത ഒരു പിൻഗാമിയില്ലാത്തത് കാരണം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നല്ലോ. അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഒരു ഖലീഫയുടെ പേര് പറയണം. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടുന്ന് പടച്ചവനെ മനസ്സിൽ ചിന്തിക്കുന്നു, ആർക്കാണ് അധികാരം കൊടുക്കേണ്ടത്? അടുത്ത ഖലീഫയായി ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത്? അബൂബക്കർ തങ്ങളുടെ മനസ്സിലേക്ക് ഒരു പേര് കടന്നു വരികയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ തങ്ങളുടെ പേര് ഓർമ്മ വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിനെ തെരഞ്ഞെടുക്കാം. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാം. അബൂബക്കർ തങ്ങൾ ചിന്തിക്കുകയാണ്. പക്ഷേ മനസ്സിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടോ? എന്താണ് ടെൻഷൻ എന്നറിയുമോ? എല്ലാവർക്കും അധികാരം കൊടുക്കാൻ പറ്റൂല. അധികാരം കൊടുക്കുന്നവന് അവന്റെ ഉള്ളും പുറവും ശുദ്ധമായിരിക്കണം. അതാ അബൂബക്കർ തങ്ങൾക്ക് ഉമർ തങ്ങളെ വലിയ പരിചയമില്ല. രണ്ടുപേരും എപ്പോഴും കാണാറുണ്ട്, ഏത് നല്ല കാര്യത്തിനും കാണാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. പക്ഷേ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താണ്? അത് അബൂബക്കർ തങ്ങൾക്ക് അറിയുകയില്ല. പരസ്യവും രഹസ്യവും ഒന്നാകണമടോ. നാട്ടുകാരുടെ മുമ്പിൽ മാന്യനാണ്, രാത്രിയായ സ്വഭാവം മാറുകയാണ്. അതുകൊണ്ട് അബൂബക്കർ തങ്ങൾക്ക് ടെൻഷനായി. ഉമറിന്റെ രഹസ്യവും പരസ്യവും അറിയണം. അതുകൊണ്ട് എന്താണ് വഴി? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ഉസ്മാൻ തങ്ങളെ വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനേ, എന്റെ മരണം അടുത്തു വരുന്നു. ഉസ്മാൻ, എന്റെ മരണം അടുത്തു വരികയാണ്. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാ. അടുത്ത ഖലീഫയായിട്ട് ഉമറിന്റെ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഉമറിനെ കുറിച്ച് അറിയില്ല. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായി നോക്കിയാൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഉസ്മാനേ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്ക് പറഞ്ഞു തരണം. ഉസ്മാൻ തങ്ങളോട് ചോദിക്കുകയാണ്. ഉസ്മാനും ഉമറും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയോ? ഉമർ തങ്ങളും ഉസ്മാൻ തങ്ങളും കൂട്ടുകാരാടോ, ചങ്ങാതിമാരാടോ, ഫ്രണ്ട്സുകളാടോ, ചങ്കുകളാടോ? ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ, രഹസ്യവും പരസ്യവും അറിയുമല്ലോ. രണ്ടുപേരും ഒരുമിച്ച് നടക്കുന്നവരാണ്. അതുകൊണ്ട്
കൊണ്ട് ചോദിക്കുന്നു, ഉസ്മാനേ അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം എന്താണ്? അവൻ നല്ലവനാണോ? അവൻ നല്ലവനാണോ മോശക്കാരനാണോ? നീ എനിക്കൊന്ന് പറഞ്ഞു തരാൻ ഉസ്മാൻ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ നിറകണ്ണുകളോടെ പറയുകയാണ്, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, അവൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്, അവൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, അവന്റെ രഹസ്യവും പരസ്യവും നല്ലതാണ്. ധൈര്യമായിട്ട് അവിടെ അധികാരം കൊടുക്കാ. പഠിച്ചവനെ ഉസ്മാൻ തങ്ങൾ ഉമർ തങ്ങൾക്ക് വേണ്ടി സാക്ഷി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ നിന്നെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളും നാട്ടുകാരല്ല, കുടുംബക്കാർ. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കൂടെ രാവും പകലും നടക്കുന്ന നിന്റെ കൂട്ടുകാരൻ പറയണം നീ നല്ലവനാണെന്ന്, നിന്റെ ചങ്ങാതി പറയണം നീ നല്ലവനാണെന്ന്. പെങ്ങളെ, എവിടെ പോയാലും കൂടെ കൊണ്ട് നടക്കുന്ന നിന്റെ ചങ്കു പറയണം നീ നല്ലവളാണെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു നല്ല ചങ്ങാതി എനിക്കുണ്ടോ, നിനക്കുണ്ടോ? അല്ലാഹുവേ, നമ്മൾ കൂട്ടുകാരെന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നവർ അവരുടെ ക്വാളിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്, ഖുർആൻ ഓതിയിട്ടുണ്ടോ എന്ന്? ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവന് ചോദിച്ചിട്ടുണ്ടോ? ചെറുപ്പക്കാരാ, പെങ്ങളെ, ഏത് കൂട്ടുകാരിയാണ് പഠിച്ചവനെ കുറിച്ച് നിന്നോട് ഓർമ്മപ്പെടുത്തുന്നത്? നിന്നെ കുറിച്ച്, നരകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഫ്രണ്ടാരാ? തെറ്റു ചെയ്താൽ തെറ്റാണെന്ന് പറയുന്ന ഫ്രണ്ടാരാ? എടാ ചെറുപ്പക്കാരാ, ചങ്കാണ് ചങ്കാണെന്ന് പറയുമല്ലോ. യഥാർത്ഥത്തിൽ ചങ്കെന്ന് പറഞ്ഞാൽ ആരെന്നറിയോ? ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം, പടച്ചവനെ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ സ്വഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ സഹാബിക്ക് വീടിന്റെ അകത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് കൂട്ടുകാരന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. വിളിക്കുന്നു, ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, നേർച്ചയ്ക്ക് പോകാനല്ല, കാമുകിയുടെ വീടിന്റെ മുമ്പിൽ കാവൽ നിൽക്കാനല്ല, കടത്തിണ്ണയിൽ പോയിരിക്കാനല്ല. ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചിറക്കുകയാണ്. രണ്ടുപേരും കൂടെ വുളുവെടുത്തിട്ട് ആരാരുമില്ലാത്ത ഒരു ഭാഗത്ത് പോയി മുസല്ല വിരിച്ചിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ചോദിച്ചു സഅദിനോട്, സഅദ്, ഇന്ന് അവസാനത്തെ രാത്രിയാ സഅദ്, ഇന്ന് ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണ്. നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് നമ്മൾ രണ്ടുപേരും പോകുകയാണ്. ഇനി കാണുമോ എന്നറിയില്ല. അതുകൊണ്ട് നിനക്ക് എന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യ്. നിനക്ക് വേണ്ടത് നീ റബ്ബിനോട് ദുആ ചെയ്യ്. ഞാൻ നിനക്ക് വേണ്ടി ആമീൻ പറയാം. എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കാം. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആമീൻ പറയണം. രണ്ടുപേരും തീരുമാനിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ഷ് തങ്ങൾ പറഞ്ഞു, നീ ദുആ ചെയ്യാൻ. സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹ്, നാളെ
ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും വലിയ യോദ്ധാവിനെ വേണം എനിക്ക് എതിരാളിയായി തരാറ്. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. അല്ലാഹുവേ, ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് നീ എന്നെ ജീവനോടെ മടക്കണേ അല്ലാ. സഅദ് ബിൻ അബീ വഖാസ് അവിടുന്ന് ദുആ ചെയ്യുകയാ. അബ്ദുല്ലാഹ് ബിൻ ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ആമീൻ പറയുകയാണ്, അവിടുന്ന് ആമീൻ പറയുകയാണ്. പടച്ചവനെ അതാ ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ബിൻ ജഹ്ശ് തങ്ങൾ പറഞ്ഞു, ഇനി ഞാൻ ദുആ ചെയ്യാം, ഇനി ഞാൻ ദുആ ചെയ്യാം. പടച്ചവനെ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. എന്താണ് പടച്ചവനോട് ചോദിക്കുന്നതെന്നറിയുവോ? അല്ലാഹുവേ, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ ഏറ്റവും ക്രൂരനായ, ഏറ്റവും യോദ്ധാവായ ഒരു എതിരാളി എനിക്ക് തരണം പടച്ചവന്. അവന് കരുണയില്ലാത്തവനാകണം, അവൻ മനുഷ്യത്വമില്ലാത്തവനാകണം. അവൻ എന്റെ കൈ മുറിക്കണം തമ്പുരാന്, എന്റെ കാല് മുറിക്കണം തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കണം തമ്പുരാന്, എന്റെ മൂക്ക് മുറിച്ചെടുക്കണം തമ്പുരാന്, എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവന് രണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് എന്നെ നീ ജീവനോടെ മടക്കല്ലേ പടച്ചവന്. അവിടുന്ന് ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്തതുപോലെ ഏറ്റവും വലിയ യോദ്ധാവിനെ പരാജയപ്പെടുത്തി. അവിടുന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, തന്റെ ആഗ്രഹം നടന്നല്ലോ, തന്റെ ആഗ്രഹം നടന്നല്ലോ. ഇനി അറിയേണ്ടത് കൂട്ടുകാരന്റെ ദുആയാ. തന്റെ കൂട്ടുകാരന്റെ ദുആ സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയണമല്ലോ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണാങ്കണത്തിലൂടെ ഓടിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. രണ്ട് കയ്യും കാണാനില്ല, കാല് കാണാനില്ല, മൂക്ക് മുറിച്ചെടുത്തിരിക്കുകയാ. സഅദ് ബിൻ അബീ വഖാസ് നിങ്ങൾ നോക്കുമ്പോ ചെവി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. പടച്ചവനെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയിട്ടിരിക്കുകയാണ്. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ തന്റെ ഏറ്റവും അടുത്ത ചങ്ങാതി മരണത്തോട് മല്ലടിക്കുമ്പോ അടുത്തു പോയിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, സഅദ്, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോൾ അല്ലാഹു എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാമല്ലോ, കൈ കൊടുത്തെന്ന്, കാല് കൊടുത്തെന്ന്, ചെവി കൊടുത്തെന്ന്, മൂക്ക് കൊടുത്തെന്ന്, എന്റെ ശരീരം കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ. സഅദേ, നീയാണടാ സാക്ഷി, സഅദേ, നീയാണടാ സാക്ഷി. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് മുഴുവനും നല്ല സത്യമാണെന്ന്, ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് നീ പറയണം. നീ അല്ലാഹുവോട് എനിക്ക് വേണ്ടി സാക്ഷി നിൽക്കണം. നീ അല്ലാഹുവോട് പറയണം, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറയണേ, സഅദ്, നീ സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണം സഅദ്. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് അബ്ദുല്ലാഹ് ബിൻ ജഹ്ശ് എന്ന് പറയുന്ന സ്വഹാബി മരണത്തോട് മല്ലടിക്കുമ്പോ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ വരുമ്പോ നീ പറയണം, ഞാൻ നല്ലവനായിരുന്നെന്ന്, ഞാൻ നല്ലവനായിരുന്നെന്ന്. നീ അല്ലാഹുവിന്റെ മുമ്പിൽ പറഞ്ഞിട്ട്, എനിക്ക് സാക്ഷി പറഞ്ഞിട്ട് എനിക്ക് സ്വർഗ്ഗം വാങ്ങിത്തരണേ സഅദ്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുകയാ, وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുകയാണ്, പറയണമടാ പൊന്നുമോരെ, അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോ പറയണം, പടച്ചവനെ എന്റെ കൂട്ടുകാരൻ നല്ലവനാ അല്ലാഹ്, നിന്നെ
ഭയന്ന് ജീവിച്ചവരാ അല്ലാ, തെറ്റു ചെയ്യാതെ ജീവിച്ചവരാ അല്ലാ. ഞാൻ ഇവന്റെ കൂടെ നടന്നവനാണ് പടച്ചവര്, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് പടച്ചവര്, ഞാൻ ഇവളുടെ ഫ്രണ്ടാണ് പടച്ചവര്. ഞാൻ തെറ്റു ചെയ്തപ്പോ എനിക്ക് തിരുത്തി തന്നവളാണ് പടച്ചവര്. ഇവളില്ലാതെ ഞാൻ സ്വർഗത്തിൽ പോകില്ല അല്ലാ എന്ന് നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആള് നമ്മുടെ കൂട്ടുകാരനാ. നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ചങ്ങാതി നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ വരുമ്പോ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് നമുക്ക് സ്വർഗം വാങ്ങിത്തരണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ചങ്ങാതി പറയോ, ഇപ്പൊ നമ്മുടെ കൂടെ ഒരുത്ത നടക്കുന്നുണ്ട്, അവനോട് ചോദിച്ചാൽ പറയും നീ മലക്കാണെന്ന് വേണമെങ്കിലും പറയും, നീ തങ്ങളാണെന്ന് വേണം പറയും, നീ എത്ര വലിയ മഹാനാണെന്ന് വേണമെങ്കിലും പറയും. താത്ത നിന്റെ കൂടെ നടക്കുന്ന ആമിനാട് ചോദിച്ചു നോക്ക്, നീ ആരാണെന്ന് വേണമെങ്കിലും അവള് പറയും. പക്ഷെ ഒന്ന് പിണങ്ങി നോക്കിക്കേ, ഒന്ന് പിണങ്ങി നോക്കിക്കേ. നാളെ നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ ചരിത്രവും വിളിച്ചു പറയും. തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളുടെ ഇടയിൽ ചർച്ച നിന്നെ കുറിച്ചാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ചങ്ക് തന്നെ നിന്റെ കഥ പറയും, നമ്മുടെ കൂട്ടുകാർ തന്നെ നമ്മളെ കുറിച്ച് പറയും. ആ പഴയ കഥകളൊക്കെ അവരങ്ങനെ അവിടെ പോയിട്ടുണ്ട് ഇവിടെ പോയിട്ടുണ്ട് സർവ്വതം അങ്ങോട്ട് വിളിച്ചു പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൂട്ടുകാരനല്ല, എടാ നീ തെറ്റ് ചെയ്താൽ നിന്നെ ഇന്ന് സുബഹിക്ക് പള്ളിയിൽ കണ്ടില്ലല്ലോ, എവിടെ പോയിരുന്നു ചോദിക്കുന്ന കൂട്ടുകാരൻ. വെള്ളിയാഴ്ച സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്തു എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. എന്റെ പ്രിയപ്പെട്ടവരെ, തറാവീഹിന് 10 റക്അത്തായപ്പോ മുങ്ങിയല്ലോടാ, എവിടെ പോയടാ എന്ന് ചോദിക്കുന്ന കൂട്ടുകാരൻ. ഒരു വൃത്തികേടുകൾ ചെയ്യുമ്പോ എടാ ഇത് പാപമാണ്, ഇനി മേലാ ചെയ്യരുത്, ചെയ്താൽ നീയും ഞാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞു എന്ന് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എടോ, കൂട്ടുകാര് തമ്മിൽ വല്ലാത്ത ബന്ധമാ. ഫ്രണ്ട്ഷിപ്പിന് പ്രതിഫലം പറഞ്ഞ ഏക മതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീന. രണ്ട് കൂട്ടുകാർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? നിങ്ങൾ ഹദീസ് എടുത്തു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് ഒരു സിംഹാസനത്തെ കുറിച്ച് പറയുകയാ, ഒരു വലിയ സിംഹാസനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. ഇത് പറയുമ്പോ സഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ള സിംഹാസനമാണോ, ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബി തങ്ങൾ പറഞ്ഞു അല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാ, ഇത് പ്രവാചകന്മാർക്ക് ഇരിക്കാനുള്ളതാണോ? നബി തങ്ങൾ പറയുന്നു അല്ല. ഇത് ശുഹദാക്കൾക്കുള്ളതാണോ നബിയെ? നബി തങ്ങൾ പറഞ്ഞു അല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ സിംഹാസനമുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും മൂസാ നബിയും ഇബ്രാഹിം നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും യഹ്യാ നബിയും സഖരിയാ നബിയും, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര് കൊതിക്കുകയാണെന്നിരിക്കാൻ, ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ പ്രവാചകന്മാര് കൊതിക്കുകയാണ്. ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലുമെല്ലാം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീര്യമെത്യം വരിച്ച ശുഹദാക്കൾ കൊതിക്കുകയാണ് ആ സിംഹാസനത്തിലൊന്നിരിക്കാൻ. നബി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, പ്രവാചകന്മാര് പോലും കൊതിക്കുന്ന, ശുഹദാക്കൾ പോലും കൊതിക്കുന്ന ആ സിംഹാസനത്തിൽ ഇരിക്കുന്നതാരാണ് നബിയേ? അതാർക്കുള്ളതാ നബിയേ? ഹജ്ജ് ചെയ്തവനല്ല, ഉംറ ചെയ്തവനല്ല, പള്ളി കെട്ടിക്കൊടുത്തവനല്ല, പാവങ്ങളെ സഹായിച്ചവനല്ല, നോമ്പ് പഠിച്ചവന്റെ പ്രതിഫലമല്ല, ഖുർആൻ പഠിച്ചവന്റെ പ്രതിഫലമല്ല, ആ സിംഹാസനത്തിൽ ഇരിക്കാൻ അർഹതയുള്ള മനുഷ്യനാരാണെന്നറിയുവോ? ഹും ഖൗമുൻ തുഹാബു ബിറൂഹില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് ഫ്രണ്ട്സുകൾക്കാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാര്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാര്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സിംഹാസനമാ. ചെറുപ്പക്കാരാ, സ്നേഹിച്ചാൽ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കടാ. നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, പണം കണ്ടിട്ടല്ല, അധികാരം കണ്ടിട്ടല്ല, കുടുംബ മഹിമ കണ്ടിട്ടല്ല. മക്കളെ, നല്ലവന്റെ കൂടെ നടക്കണേ, നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കണേ, നല്ലവന്റെ കൂടെ വേണം നടക്കാൻ. നല്ല കൂട്ടുകാരിയെ തിരഞ്ഞെടുത്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന
മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, മരദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്കി നീട്ടി വരുന്നവർ, പൊഴുത്തു നാറിയവരെ പോലെ പടച്ചറബിന്റെ കോടതിയിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം 41 കോലത്തിൽ കടന്നു വരുമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ വിയർക്കുന്നില്ലേ മോളെ? ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്ന ഉമ്മ, ചൂടെടുക്കുന്നില്ലേ ചെറുപ്പക്കാരാ? 11 മണി കഴിഞ്ഞടാ, എന്നിട്ട് പോലും നിനക്ക് ചൂടെടുക്കുന്നു. വല്ലാത്ത ചൂടാണെന്ന് പറയുന്ന യുവത്വമേ, ഇതൊക്കെ ചൂടാണെന്ന് ആരാ പറഞ്ഞത്? നാളെ ചെമ്പിന്റെ തറയില് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളുടെ പടച്ചറബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, അന്ന് സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ, ഒരു ചാണ് മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. ചെമ്പിന്റെ തറയിലെ ചെരുപ്പിടാതെ തുണിയില്ലാതെ ഞാൻ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ വിയർപ്പ് അവിടെയാ മോളെ. ചൂടുള്ള നാളുണ്ട്, കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഇള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. മോളെ ചോറ് വെക്കുന്ന സമയത്ത് കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ടല്ലോ. നാളെ അല്ലാഹുവിന്റെ കോടതിയില് എന്റെയും നിങ്ങളുടെയും തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. വല്ലാത്ത ചൂടാ ഉമ്മ. വിയർപ്പ് ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പ് താഴാതെ നിൽക്കുന്ന ദിവസമാണ് മസ്സറ. അന്നൊരേ ഒരു തണലേ ഉള്ളൂ, ഒരേ ഒരു സ്റ്റേജേ ഉള്ളൂ. കോടാരി 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 വരുന്ന ജനങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഒരു സ്റ്റേജ് കാണാ. ആ സ്റ്റേജ് എവിടെയാണെന്നറിയോ? അല്ലാഹുവിന്റെ അർശിന്റെ താഴെയാ. ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ അർശിന്റെ താഴെ ഒരു സ്റ്റേജ് കാണാ ചെറുപ്പക്കാരാ. അന്നത്തെ വിവിഐപികൾ 7 വിഭാഗമാ. 7 വിവിഐപികൾക്ക് അന്നവിടെ ഇരിക്കാനുള്ള പാസുള്ളൂ. ആ 7 വിഭാഗത്തിലൊരു വിഭാഗം ആരെന്നറിയോ? അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. വയുനാദിൽ മുനാദി മിൻ ഖിബലിർ റഹ്മാൻ. അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിക്കുകയാണ്. വാ ചെറുപ്പക്കാരാ, വാ പെണ്ണ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച ഫ്രണ്ട്സുകള്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച കൂട്ടുകാര്, നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ ഇന്ന് പാസുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാനുള്ള അവസരമുണ്ട്. ആ സ്റ്റേജിലേക്ക് അല്ലാഹു നിന്നെ കേറ്റുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, പെങ്ങളെ നീ നല്ലവളാണ്, നല്ല കുടുംബത്തിൽ പറന്നവളാണ്, ഫർദയും ഹിജാബ് വിട്ട് നടക്കുന്നവളാണ്. എന്തിനാ മോളെ ആ വൃത്തികെട്ടവളുടെ കൂടെ നടക്കുന്നത്? അവൾക്ക് മോശമായ സ്വഭാവമല്ലേ? എടാ ചെറുപ്പക്കാരാ, നീ നല്ലവനാണല്ലോടാ, എന്തിനാ കഞ്ചാവടിക്കുന്നവരുടെ
അവന്റെ കൂടെ നടക്കുന്നത്. ആര് പറഞ്ഞാലും കേൾക്കൂല, ഉമ്മയും ബാപ്പയും പറഞ്ഞാ കേൾക്കൂല, അവന്റെ കൂടെയേ നടക്കൂ. ചോദിച്ചാ പറയും അവൾ എന്റെ ഫ്രണ്ടാണ് ഉസ്താദ്, അവൻ എന്റെ ചങ്കാണ് ഉസ്താദ്. എടാ ചെറുപ്പക്കാരാ, നീ അവന്റെ കൂടെ നടന്നാ അള്ളാന്റെ കോടതിയിൽ നിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? യാ വൈലതാ ലൈതനീ ലമ്മ തഖദു ഫുലാനൻ ഖലീലാ. എടാ നശിച്ചവനെ, ഇടിയും നശിച്ചവളെ, നിന്റെ കൂടെ കൂടാതിരുന്നെങ്കിൽ, നീയുമായിട്ട് കൂട്ടുകൂടാതിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നാളെ പരലോകത്ത് കിടന്ന് പരസ്പരം തമ്മിലടിക്കുന്നത് കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അള്ളാനെ പേടിയുള്ളവന്റെ കൂടെ കൂട്ടുകൂടണേ. അവന്റെ കൂടെ നടന്ന അവൻ അള്ളാനോട് പറയും, അല്ലാ ഞാൻ സാക്ഷി പറയുന്നു റബ്ബേ, ഇവൻ നല്ലവനാണല്ലാ, ഇവള് നല്ലവളാണല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ എന്ന് നാളെ പടച്ചവനോട് സാക്ഷി പറഞ്ഞാൽ സ്വർഗമുണ്ടെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, നല്ലവരുമായിട്ട് ബന്ധമുണ്ടാക്കൂ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട, നല്ലവന്റെ കൂടെ നടന്നാൽ എടാ ചന്ദനം ചാരിയാ ചന്ദനം മണക്കും. നല്ലവന്റെ കൂടെ നടന്നാ നീ നല്ലവനാകും. ഏത് മോശക്കാരനും നല്ലവന്റെ കൂടെ നടന്നാ നന്നാകും. നല്ലവള് മോശക്കാരന്റെ കൂടെ നടന്നാ നീയും അങ്ങോട്ടായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ലോകമറിയുന്ന പണ്ഡിതന മഹാനവർകൾ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഏത് മനുഷ്യനും കരയും. ആ ചരിത്രം കരയാതെ ആകാശദൂത് കണ്ട് കരഞ്ഞവരെ, ആകാശദൂത് കണ്ട് കരയുന്നവരെ, നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രം വായിക്കണം. കരഞ്ഞുകൊണ്ടേ നിങ്ങൾക്ക് വായിച്ചു തീർക്കാൻ കഴിയൂ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണം എടുത്തു. മഹാനവറുകൾക്ക് തന്നെ മരണം എടുത്തെന്ന് മനസ്സിലായപ്പോ പോയി കുളിച്ച് റെഡിയായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. അവിടെ നിന്ന് നല്ല രീതിയിൽ കുളിച്ച് തയ്യാറായി മരണത്തിനു വേണ്ടി ഒരുങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാനുള്ള തയ്യാറെടുപ്പോടെ, മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പോടെ റൂമിന്റെ അകത്തേക്ക് കടന്നു വന്നു. അങ്ങനെ മരിക്കാൻ, മരണമെടുത്തു എന്ന് മനസ്സിലായി കുളിച്ചൊരുങ്ങി തയ്യാറായി മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ റൂമിന്റെ അകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമാനെ കാണുകയാ. തന്റെ പ്രിയതമ ഫാത്തിമയെ കണ്ടു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമാനെ അടുത്ത് വിളിച്ചു. തന്റെ ഭാര്യയായ ഫാത്തിമയെ അടുത്ത് വിളിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, ഞാൻ പോവുകയാ, എന്റെ മരണം അടുത്തിരിക്കുന്നു ഫാത്തിമ, നീ എനിക്ക് പൊരുത്തം തരണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയതമയോട് സംസാരിക്കുകയാ. മരണവാർത്ത പറയുമ്പോ ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയാതെ വല്ലാതെ കരയുന്നുണ്ട്. അങ്ങനെ വസിയത്തുകളൊക്കെ കൊടുത്തു. രണ്ടുപേരുടെയും സംസാരം ഇങ്ങനെ നീണ്ടുപോയി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഫാത്തിമയോട് ചോദിച്ചു, ഫാത്തിമ, ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഇനി എന്തെങ്കിലും നിനക്ക് എന്നോട് പറയാനുണ്ടോ? ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. ഫാത്തിമ മിണ്ടാതെ നിന്ന് കരയുകയാ. കരയുന്ന പ്രിയതമയെ കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഫാത്തിമ, ഫാത്തിമ, നീ കരയല്ലേ, റൂമിന്റെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഭർത്താവ് ഭാര്യയോട് പറയുകയാണ് പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കാൻ. ഫാത്തിമ ചോദിക്കുന്നു, എന്തിനാ എന്നെ പുറത്താക്കുന്നത്? ഈ മരണത്തിന്റെ അവസാന സമയം ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാൻ കിട്ടുന്ന അവസരമാണല്ലോ, ഇപ്പോഴല്ലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്, എന്തിനാണ് നിങ്ങൾ എന്നെ പുറത്താക്കുന്നത്? എന്നെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ കരഞ്ഞുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ,
ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ ജാൻ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല ഫാത്തിമ, വെറുപ്പുള്ളത് കൊണ്ടല്ല ഫാത്തിമ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് ഫാത്തിമ. പിന്നെ എന്തിനാണ് റൂമിന്റെ പുറത്തിറങ്ങാൻ പറയുന്നത്? അതാ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു, എന്റെ അതിഥികൾ വരുന്നു, എന്നെ കാണാൻ അതിഥികൾ വരുന്നു. നീ എന്റെ അടുത്ത് നിൽക്കരുത്, നീ എന്റെ ചാരത്ത് നിൽക്കരുത്. ഒന്നിറങ്ങു ഫാത്തിമ, ഒന്ന് പുറത്തേക്ക് പോ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, നീ വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്ക്, അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. സ്വാലിഹത്തായ ഭാര്യ ഭർത്താവ് പറയുന്നതനുസരിക്കുകയാണ്. വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാ, വെളിയിലിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാ. പടച്ചവനെ, ഭർത്താവ് മരണത്തിന്റെ വേളയിൽ അകത്തു കിടക്കുമ്പോ ഭാര്യ വാതിലടച്ച് പുറത്തു നിന്ന് കരയുകയാണ്. ഫാത്തിമയ്ക്ക് സങ്കടമായി. അവിടെ നിന്ന് ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ, ആരോ വരുന്നെന്ന് പറഞ്ഞല്ലോ. എന്റെ ഭർത്താവിനെ കാണാൻ ആരാണ് വരുന്നത്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ അടച്ച വാതിലിന്റെ പഴുതിലൂടെ ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ റൂമിന്റെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുവോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുകയാണ്, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനെ സലാം പറഞ്ഞു സ്വീകരിക്കുകയാ, അസ്റായിലോട് സലാം പറയുകയാ. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ റൂമിന്റെ അകത്തേക്ക് ഇറങ്ങി വരുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞു സ്വീകരിക്കുകയാണ്. ഫാത്തിമയുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറയുകയാണ്. തന്റെ ഭർത്താവ് മരിക്കാൻ പോവുകയാണ്. റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുകൾ കടന്നു വന്നിരിക്കുകയാണ്. ഫാത്തിമ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട്. എന്നിട്ട് ഫാത്തിമ ചിന്തിക്കുന്നു, പടച്ചവരെ, തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? തന്റെ ഭർത്താവ് എങ്ങനെയാണ് മരിക്കുന്നത്? ഫാത്തിമ വീണ്ടും ഒളിഞ്ഞു നോക്കുകയാണ്. തന്റെ ഭർത്താവിന്റെ മരണം എങ്ങനെയാണെന്ന് നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? ഖുർആൻ ഓതുന്നു പെങ്ങളെ. റമദാൻ മാസത്തിലല്ല, നിസ്കാരപ്പായിലിരുന്നിട്ടല്ല, അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അവിടെ നിന്ന് ഖുർആൻ ഓതുകയാണ്. സാധാരണ ആയത്തല്ല ഓതിയത്, സാധാരണ ആയത്തല്ല ഓതിയത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പാരായണം ചെയ്ത ആയത്തേതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ والعاقبة للمتقين. മരണം കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വന്നപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുകയാണ്, തിൽകദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ കുറിച്ച് പാരായണം ചെയ്യുകയാ. വാതിലിന്റെ ഇടയിലൂടെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞതെന്തെന്നറിയുമോ? ഫാത്തിമ, ഫാത്തിമ, നല്ല മരണം വെറുതെ കിട്ടില്ല ഫാത്തിമ. നല്ല മരണം അല്ലാഹു വെറുതെ തരൂല. ആർക്കാണ് പടച്ച റബ്ബ് നല്ല മരണം കൊടുക്കുന്നതെന്നറിയുമോ? വൽആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ ഫാത്തിമ, അല്ലാഹനെ പേടിച്ച് ജീവിക്കുന്നവർക്കാ അല്ലാഹു നല്ല മരണം കൊടുക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്. കഫം തുണിയെടുത്ത് മുഖത്തേക്കിടുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. തന്റെ
പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് അവസാനമായി നോക്കിയിട്ടൊന്ന് ചിരിക്കുകയാണ്. കഫം തുണിയെടുത്ത് മുഖത്തിട്ടിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഷഹാദത്ത് കലിമ പറയുകയാണ്. അനക്കമില്ല ചെറുപ്പക്കാരാ, റൂമിന്റെ അകത്തനക്കമില്ല. ഭാര്യ വാതിൽ തുറന്നിട്ട് ഓടിച്ചെല്ലുമ്പോ എന്തൊരു സുഗന്ധമാണെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു കിടക്കുകയാണ്. റൂമിന്റെ അകത്ത് എന്ത് സുഗന്ധമാണ്. മുഖത്തിട്ടിരുന്ന തുണിയങ്ങ് മാറ്റുമ്പോ തന്റെ ഭർത്താവിന്റെ പ്രകാശിക്കുന്ന മുഖം കണ്ടപ്പോ അല്ലാഹുവേ, ഫാത്തിമയുടെ കണ്ണ് നിറയുകയാണ്. നാട് മുഴുവനും അറിയുകയാണ്. ജനങ്ങൾ മുഴുവനും കടന്നു വരികയാണ്. കണ്ടവർ പറയുന്നു, എന്തൊരു പ്രകാശമാ അല്ലാ, എന്തൊരു ചിരിയാ അല്ലാ, എന്തൊരു സുഗന്ധമാ അല്ലാ. നാട് മുഴുവനും പറയുകയാണ്. അവിടത്തെ ജനാസ കുളിപ്പിച്ചു, അവിടുന്ന് കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. ജനാസ കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിമണ്ണ് വാരി ഖബറിന്റെ മുകളിലിടുകയാണ്. ഖബറടക്കി കഴിഞ്ഞപ്പോ ഒരാളും പോകുന്നില്ല വാപ്പാ, ഒരാളും പോകുന്നില്ല. സാധാരണ മയ്യത്ത് ഖബറടക്കി കഴിഞ്ഞാൽ എല്ലാവരും പിരിഞ്ഞു പോകുമല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ വന്നവരാരും പോകുന്നില്ല. വലിയ ചർച്ചയായടോ, വലിയ ചർച്ചയായടോ. എന്തൊരു മരണമാ പടച്ചവന്. അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്തു, ഭാര്യയോട് യാത്ര പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു. എന്തൊരു പ്രകാശമാ, എന്തൊരു ചിരിയാ, എന്തൊരു സുഗന്ധമാ. നാട് മുഴുവനും പറയാൻ തുടങ്ങിയടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്യുകയാണ്. എങ്ങനാ റബ്ബേ ഇങ്ങനെ ഒരു മരണം കിട്ടാനുള്ള കാരണം അറിയണമല്ലോ. എല്ലാവരും രണ്ടാമതും പോവുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് വിളിക്കുന്നു, ഫാത്തിമ. സങ്കടത്തിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്നറിയാ, ഇരിക്കുകയാണെന്നറിയാ. ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ ജനാസ പച്ച മണ്ണിലിറക്കി വെച്ചിട്ട് ഈ നാട് മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയോ? ഒരേ ഒരു കാര്യം അറിയാനാണ്, ഒരേ ഒരു കാര്യം അറിയാനാണ്. നിന്നെ സങ്കടപ്പെടുത്താൻ വന്നതല്ല ഫാത്തിമ. നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തല്ലോ, ഈമാനുള്ള മരണം കൊടുത്തല്ലോ. എല്ലാവരും പറയുകയാണ് നിന്റെ ഭർത്താവിന് സുഗന്ധമാണെന്ന്. മയ്യത്ത് കണ്ടവരും മയ്യത്ത് കുളിപ്പിച്ചവരും ചുമന്നവരും ഖബറടക്കിയവരും എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാണെന്ന്. ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാ ഫാത്തിമ, ഞങ്ങളും മരിക്കേണ്ടവരാണ്. എങ്ങനാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാൻ? എന്തോ ഒരു കാരണമുണ്ട് ഫാത്തിമ. എന്താണെന്ന് ചോദിച്ചപ്പോ ആ മഹദി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സറിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. നാട്ടിലേറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. നാട്ടിലേറ്റവും കൂടുതൽ നോമ്പ് പഠിക്കുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുന്ന മനുഷ്യൻ എന്റെ ഭർത്താവാണ്. എന്നൊന്നും ഞാൻ പറയൂല, എന്നൊന്നും ഞാൻ പറയൂല. അല്ലാഹുവേ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഒരേ ഒരു കാരണമേ ഉള്ളൂ. വല്ലാഹി അവിടെന്ന് മഹദി പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. മരിച്ചുപോയ ഭർത്താവിന്റെ മയ്യത്ത് കൊണ്ട് ഖബറിൽ വെച്ചിട്ട് നാട്ടുകാർ മുഴുവനും വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുത്തു ഫാത്തിമ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? നിന്റെ
എന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? ഭാര്യ പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, എന്റെ ജീവിതത്തില് ഇതുപോലെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഭാര്യ പറയുന്ന വാക്കാടോ, ഇതുപോലെ ഒരു മനുഷ്യന്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച വേറെ ഒരു മനുഷ്യര് എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്റെ ഭർത്താവ് ആരെന്നറിയുവോ? റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഞങ്ങൾ രണ്ടുപേരും കൂടെ കിടപ്പറയിലിരുന്ന് തമാശ പറഞ്ഞപ്പോ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ എന്റെ നാവിൽ നിന്ന് അല്ലാഹ് എന്ന വാക്ക് വീണോ. ഭാര്യ പറയുകയാണ്, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ ഒരിക്കൽ ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയാൻ തുടങ്ങി. എന്റെ ഭർത്താവിന്റെ കണ്ണ് നിറഞ്ഞു, കൈകാല് വിറയ്ക്കുകയാണ്. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബറ് പറഞ്ഞപ്പെടല്ല, മസ്സറ പറഞ്ഞപ്പെടല്ല, ഹിസാബ് പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ എന്റെ ഭർത്താവ് കരയുകയാണ്. വെളുപ്പാങ്കാലം വരെ എന്റെ ഭർത്താവ് റൂമിനകത്തിരുന്ന് കരയുകയാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പില് നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കൊണ്ട് ഖബറടക്കിയിട്ട് ആ മയ്യത്തടക്കാൻ പോയവര് മുഴുവനും വീട്ടിൽ വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, നിന്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളേ? അള്ളാഹു ആ മനുഷ്യന് ഇത്രയും നല്ല ഒരു മരണം കൊടുത്തു, എന്താ നിന്റെ ഇക്കാനെ കുറിച്ച് പറയാനുള്ളത്? ഫാത്തിമ പറയുകയാ, വല്ലാഹി സത്യം, എന്റെ ഭർത്താവിനെ പോലെ അള്ളാനെ പേടിയുള്ള ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. സത്യം ചെയ്തിട്ട് ആ മഹദി പറയുകയാണ്. ഈ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്ന ആണുങ്ങളോട്, ഏ ചങ്ങാതി, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് സാക്ഷി പറയേണ്ട രണ്ടാമത്തെ ആള് മഹല്ലുകാരോ മഹല്ലിലെ ഇമാമോ കമ്മറ്റിക്കാരോ നാട്ടുകാരോ കുടുംബക്കാരോ അല്ല, നിന്റെ കൂടെ കിടക്കുന്ന, നീ വിവാഹം കഴിച്ച നിന്റെ ഭാര്യ അള്ളാഹിനോട് പറയണം നീ നല്ലവനാണെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ഉറക്കപ്പറ, ആര് പറയണം? എടാ നീ നല്ലവനാണെന്ന് ആര് പറയണം? നിന്റെ കൂടെ കടന്നവള് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ പറയോ എന്നാലോചിക്കേ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് പറയോ? കാരണം നമ്മുടെ സ്വഭാവം അത്രയ്ക്ക് തങ്കവാ. ഇന്ന് രാത്രി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ആമിനായോട് ചുമ്മാതി ചോദിക്കണം, ആമിന, സിറാജ് പറഞ്ഞത് കേട്ടില്ലേടി, നാളെ അള്ളാടെ മുമ്പിൽ വരുമ്പോ നീ പറയോ? ഞാൻ പറയും നിങ്ങളെ കുറിച്ച്, കാത്തിരുന്നോ. അത്രയ്ക്കും നല്ല സ്വഭാവ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടാ നാട്ടുകാര് നമ്മളെ കുറിച്ച് പറയാ, നീ വലിയ തങ്ങളാ, മഹാന, കതറു, ഇത് കാണുമ്പോഴത്തേക്ക് അതിലൊന്നും കാര്യമില്ല. നീ നല്ലവനാണെന്ന് പറയേണ്ടത് നിന്റെ കൂടെ കടന്നവളാ. അങ്ങനെ പറയാൻ സാധ്യതയുണ്ടോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയേ. എടാ ചില ആണുങ്ങൾ ഭർത്താവിനോട് പറയും, ഉസ്താദ് വഴു പറഞ്ഞു കേട്ടോ, നീ സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണം, നിനക്ക് സ്വർഗത്തിൽ പോണെങ്കിൽ എന്റെ പൊരുത്തം വേണം. ഡീ, എന്റെ മൂക്കിനകത്ത് നിന്ന് ചീഞ്ചല ഒഴുകി വന്ന അതുവരെ നീ തുടച്ചെടുക്കണം. ഭർത്താവ് ഭാര്യയോട് പറയാ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു. ഭാര്യ ഉപദേശിക്കാം, സ്വർഗത്തിൽ പോണെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന്. എടാ ചങ്ങാതി, നീ പോണെങ്കിൽ ഓള് വിചാരിക്കണം. എടാ ഈ കഞ്ചാവും കള്ളു പഠിച്ചു കിടക്കണം, നീയാ പോയിട്ട് പെണ്ണിനോട് പറയുന്നത്, ഏ സഹോദര, നിനക്ക് അവളുടെ പൊരുത്തം വേണം, അവള് നിനക്ക് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി പറയണം, എങ്കിലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയണമെങ്കിൽ നീ ഭർത്താവാകണം, നീ ഭർത്താവാകണം. ആ പെണ്ണിനെ പരിഗണിക്കേണ്ട രീതിയിൽ നീ പരിഗണിക്കണം. നാട്ടുകാരെ പരിഗണിച്ചിട്ട് കാര്യമില്ല, ഓളെ പരിഗണിക്കണം.
സ്വന്തം ഭാര്യയെ പരിഗണിക്കണം. കെട്ടിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വേലക്കാരിയെ പോലെ ഇട്ടിട്ട് കാര്യമില്ല. അതൊരു മനുഷ്യ ജന്മമാണെന്നുള്ള ബോധം നിനക്കുണ്ടാകണം. എല്ലാരും ഭാര്യമാരെ കുറിച്ച് പറയുമ്പോ എന്തോ വലിയ കഷ്ടപ്പാട്, ത്യാഗം പോലെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ടല്ലോ, ഓളെ കുറ്റം പറയുന്നുണ്ടല്ലോ, അവൾ എനിക്ക് ഭക്ഷണം വെച്ച് തരുന്നില്ല, മക്കളെ നോക്കുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ജോലി ചെയ്യുന്നില്ല. എന്റെ പൊന്നാര ചെറുപ്പക്കാരാ, നിനക്ക് ദീൻ അറിയാഞ്ഞിട്ടാ മോനെ. എടാ, ഭാര്യക്ക് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭാര്യയെ കുറ്റം പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. എടോ, സിറാജ് വിവാഹം കഴിച്ചവനാ. സിറാജിന്റെ ഭാര്യയ്ക്ക് എനിക്ക് വസ്ത്രം കഴുകി തരണമെന്നോ, എനിക്ക് ഭക്ഷണം വെച്ചു തരണമെന്നോ, എൻ്റെ മാതാപിതാക്കളെ നോക്കണമെന്നോ, എൻ്റെ വീടും വൃത്തിയാക്കണമെന്നോ എൻ്റെ ഭാര്യയ്ക്ക് ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ ഞാൻ വേലക്കാരി വെച്ച് ചെയ്യിപ്പിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നല്ലോ, ഖതീബുള്ള ഒരുപാട് ഉസ്താദന്മാർ ഇവിടെ ഇരിക്കുന്നല്ലോ. ചോദിക്ക്, അള്ളാന്റെ ദീനിൽ എവിടെയെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് നിനക്ക് ചോറ് വെച്ച് തരണമെന്ന് നിർബന്ധമുണ്ടോ? നിനക്ക് തുണി കഴുകി തരണമെന്ന് നിർബന്ധമുണ്ടോ? നിന്റെ വാപ്പായ്ക്കും ഉമ്മായ്ക്കും കൂടെ പുറപ്പിനും വെച്ച് വിളമ്പി കൊടുക്കണം നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധവും ഇല്ല. വേണമെങ്കിൽ നീ ആളെ വെച്ച് കൊടുക്കണം. പെണ്ണ് കെട്ടാൻ ആരാ പെണ്ണ് കെട്ടേണ്ടത്? ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കണമെന്ന് ആഗ്രഹമുണ്ടല്ലേ? ആദ്യമായിട്ട് ഒരു ഉസ്താദ് ഇങ്ങനെ വയത് പറയണം. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, നിങ്ങളുടെ തല മുകളിൽ എത്താറായി, സൂക്ഷിച്ചോ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ നിങ്ങളുടെക്ക് ഇവിടെ നിർബന്ധമില്ല. നിലസ്ഥാനം ചോദിച്ചോ, അത്യുസ്ഥാനം ചോദിച്ചോക്ക്. ഇവിടെ ഭർത്താവിന് ഭക്ഷണം വെച്ചു കൊടുക്കൽ നിർബന്ധമില്ല ഭാര്യയ്ക്ക്. പിന്നെ ഓള് വല്ലതും ചെയ്തു തന്നാ അതിന് അള്ളാഹു പ്രതിഫലം കൊടുക്കും, അത്രേ ഉള്ളൂ. എന്നും പറഞ്ഞിട്ട് നാളെ മുതൽ മസലയും പറഞ്ഞോണ്ടിരിക്കരുത് കേട്ടാ. നാളെ വീട്ടിൽ ചെന്നിട്ട് പഠിച്ചവന് ഞാൻ ഒന്നും വെച്ചില്ല, അങ്ങനല്ല. നിങ്ങൾ ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട്. ഭർത്താവിന് വസ്ത്രം കഴുകി കൊടുത്ത, ഭക്ഷണം വെച്ചു കൊടുത്ത, വീട് നോക്കിയ, എന്ത് ചെയ്താലും അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. ഞാൻ പറഞ്ഞിട്ട് പോകും, നിങ്ങൾ വീട്ടിൽ പോയിട്ട് കലഹം ഉണ്ടാക്കിക്കരുത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടാ, ഭാര്യക്ക് വേണ്ടത് മുഴുവനും കൊടുക്കണം. നീയാ കൊടുക്കണ്ട, നാട്ടുകാരനല്ല. നാട്ടുകാരുടെ മുമ്പിൽ വലിയ മഹാനാകിയിട്ട് കാര്യമൊന്നുമില്ല. ഈ മഹാനായ മഹദിയായ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദിച്ചു, നബിയെ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ നാട്ടുകാരുടെ മുമ്പിൽ വലിയ കൊലകൊമ്പനാ, പക്ഷെ എനിക്ക് ചെലവിനൊന്നും തരാറില്ല. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കും നബിയെ. അത് തെറ്റാണോ നബിയെ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പൈസ എടുക്കുന്നത് തെറ്റാണോ? നിങ്ങൾ എന്തിപ്പോ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്നെ എടുക്കാൻ പാടുണ്ടോ താത്തമാരെ? ഞാൻ ഹിന്ദ് റളിയല്ലാഹു തആല നബി തങ്ങളോട് ചോദിച്ച ചോദ്യാ. എന്റെ ഭർത്താവ് എനിക്ക് ചെലവിന് തരാറില്ല, ഞാൻ എടുക്കാറുണ്ട്. എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ചെലവിന് കൊടുക്കാത്തത് ഒന്നും കൊടുക്കത്തില്ല, ആവശ്യമുള്ളത് പോലും കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അവരെ കുറിച്ചാ പറയുന്നേ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആവശ്യമുള്ളത് തരുന്ന ഭർത്താവിന് എടുക്കാൻ പാടില്ല. നിനക്കൊന്നും അർഹതപ്പെട്ടതുപോലും തരാത്തതായി എടുക്കാൻ പറഞ്ഞത്, അതും മുഴുവനും. ആവശ്യമുള്ളത് മാത്രമേ എടുക്കാവൂ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഭാര്യ നമ്മളെ കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നമ്മൾ നല്ലവരാകണം, നല്ല രീതിയിൽ മാന്യമായിട്ട് പെരുമാറണം. ആ ബന്ധം നല്ല ബന്ധമാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറയണം. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുടെ ചരിത്രം അറിയുമല്ലോ. ആയിഷ ബീവിയുടെ ചരിത്രം നിനക്കറിയുമല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് വ്യഭിചാര ആരോപണം വരികയാ. അല്ലാഹുവേ, സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സ്വഹാബിയുമായി ചേർത്ത് വെച്ച് വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോ ഒരാളല്ല പറഞ്ഞത്, ഒരു നാട് മുഴുവനും പറയുകയാണ്. തന്റെ ഭാര്യയെ കുറിച്ച് നാട്ടുകാർ മുഴുവനും പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നാട്ടുകാരെന്തും പറയുമടോ, ശത്രുക്കളാടോ, അവര് പലതും പറയും നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്. പക്ഷേ നബി തങ്ങളെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, ഞാൻ അറിയുന്നുണ്ട് സ്വഹാബാ, എന്റെ ആയിഷയെ കുറിച്ച് നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബാ. നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി
ഇല്ലാ ഖൈറാ. നിങ്ങൾ ആര് വേണമെങ്കിലും എന്തു വേണമെങ്കിലും പറഞ്ഞോ, എൻ്റെ ആയിഷാനെ എനിക്കറിയാ, എൻ്റെ ആയിഷാനെ എനിക്കറിയാ. ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാട്, ഇന്നു വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് ഖൈറല്ലാത്ത ഒരു കാര്യം കണ്ടിട്ടില്ല. എൻ്റെ ഭാര്യ എനിക്ക് വിശ്വാസമാണ്, അവള് നല്ലവളാണ്. ചില ഭർത്താക്കന്മാര് പറയാറുണ്ട്, അല്ലാഹു എനിക്ക് പടച്ചവനെ പേടിയുള്ള ഒരു പെണ്ണിനെ തന്നല്ലോ, അവള് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതം മാറിയത്, എനിക്ക് അല്ലാഹു എല്ലാം തന്നത്. പടച്ചവനെ പറയുന്ന ഒരുപാട് ഭർത്താക്കന്മാരെ കാണാം. പെങ്ങളെ, നാവിനെ സൂക്ഷിക്കണം, നല്ലതുപോലെ പെരുമാറണം, ബഹുമാനം കൊടുക്കണം. നിന്റെ ഭർത്താവ് പടച്ചവന് നല്ല നിലയിലാകാൻ വേണ്ടത് മുഴുവനും നീ ചെയ്തു കൊടുക്കണം. പരസ്പരം സ്നേഹബന്ധമുണ്ടാകണം, പരസ്പരം വിശ്വാസമുണ്ടാകണം. അതിന്റെ മഹത്വം നമുക്കറിയാഞ്ഞിട്ടാണ് ഇന്ന് കുടുംബജീവിതത്തിന്റെ മഹത്വം അറിയൂല. തമ്മിലടിയാണോ, ശത്രുതയാണോ, പരസ്പരം കൂടപ്പറപ്പുകൾ മിണ്ടുന്നില്ല, ഭാര്യ ഭർത്താക്കന്മാര് മിണ്ടുന്നില്ല, തമ്മിലടിപ്പിക്കുകയാണ്, ശത്രുതയാണ്, വൈരാഗ്യമാണ്. നിനക്കറിയില്ലടോ, അതിനെക്കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാണ്. 3 ദിവസത്തിൽ കൂടുതൽ ഒരാളുമായിട്ട് പിണങ്ങിയിരിക്കാൻ പാടില്ല. അതാരുമാകട്ടെ, 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങിയിരുന്നാൽ അവന്റെ അമലുകൾ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ഒരു നന്മയും അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബന്ധങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നാട്ടുകാര് കാണാനല്ല, പടച്ചവനെ അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചാ, ആ പിടിച്ചിരിക്കുന്ന സമയം രണ്ടുപേരും ചെയ്തു പോയ പാപം അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കടോ, ആത്മാർത്ഥമായി സ്നേഹിക്ക്. ഭാര്യയും ഭർത്താവും ജീവിതത്തിന്റെ മഹത്വം പഠിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്ക്. അല്ല 2 ചെവി തന്നത് എന്തിനാണ്? ഒന്ന് കേൾക്കാനും ഒന്ന് കളയാനുമാണ്. അതുകൊണ്ട് വേണ്ടത് മാത്രം നിങ്ങൾ എടുക്ക്, വേണ്ടാത്തത് മുഴുവനും കളയ്. എന്നിട്ട് ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ജീവിക്ക്, അല്ലാഹുവിനെ മറക്കാതെ ജീവിക്ക്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. പരസ്പരം ബഹുമാനിക്ക്, പരസ്പരം സഹായിക്ക്, പരസ്പരം താങ്ങും തണലുമാകൂ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പിണങ്ങി നടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിനക്കതിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ ദുആ ചെയ്യാ സമയമായപ്പോ നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്, ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ്. കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഉണ്ടോ? എഴുന്നേറ്റ് പോകണേ സഹാബ. കുടുംബ ബന്ധം മുറിച്ച ഒരാളും ഇവിടെ ഇരിക്കരുത്. കാരണം ഞാൻ ദുആ ചെയ്യാൻ പോകുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അവൻ ഇരിക്കുന്ന മജ്‌ലിസിലെ ദുആയ്ക്ക് പോലും ഇജാബത്തില്ല എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോ ഇവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഏത് സമയത്തും മരണം കടന്നു വരുമടോ. പൊരുത്തം ചോദിക്കാൻ സമയം കിട്ടൂല, പിണക്കം മാറ്റാൻ സമയം കിട്ടൂല, യാത്ര പറയാ സമയം കിട്ടൂല. എപ്പോഴാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് നിർത്തുകയാ, റമളാൻ മാസമാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ട മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തന്നടോ, ലൈലത്തുൽ ഖദർ എന്നാണെന്ന് ചോദിച്ചാ എനിക്കും നിങ്ങൾക്കും അറിയില്ല. അത് റമളാനിന്റെ അവസാനത്തെ 10 രാത്രികളിൽ, ഒറ്റയുള്ള രാത്രിയിൽ, അല്ലെങ്കിൽ 27-ാം രാവ്, ഇത് പറയാനേ നമുക്ക് കഴിയൂ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ പെടുത്തണേ അല്ലാ. എന്നാൽ നബി തങ്ങൾ പറഞ്ഞു, ഒരു സമയം നരകത്തിൽ നിന്ന് ജനങ്ങൾ രക്ഷപ്പെടുന്ന സമയമാ. സമയം പറഞ്ഞു തന്നു. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു തന്നു. ആ സമയം നമ്മൾ പടച്ചവനെ പാഴാക്കരുത്. ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയം അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന്
പറയുകയാണ്. ആ സമയം ഏതാണെന്നറിയോ? മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷമുണ്ടല്ലോ, അല്ലാഹുവേ, നോമ്പ് മുറിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്ന അവസാന സമയമുണ്ടല്ലോ, മഗ്രിബിന്റെ ബാങ്ക് പ്രതീക്ഷിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം ഉപയോഗപ്പെടുത്തു പെങ്ങള്, ദുആ ചെയ്യ് പെങ്ങള്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പേര് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. റമദാനിന്റെ 30 ദിവസവും അതുണ്ട്. അതുകൊണ്ട് പാഴാക്കി കളയരുത്. അല്ലാഹുവിന്റെ മുമ്പിൽ ദുആ ചെയ്യ്. ഇനിയുള്ള ദിനങ്ങൾ ഇത്തികാഫിരിക്ക്, ഇനിയുള്ള ദിനങ്ങൾ ഖുർആൻ ഓത്, ഒരുപാട് നന്മകൾ ചെയ്യ്, സദഖകൾ കൊടുക്ക്, സക്കാത്ത് കൊടുക്ക്. ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന മാസം റമദാനാ. സക്കാത്തിന്റെ കണക്കുകൾ നോക്കിയിട്ട് പടച്ചവനെ കൊടുക്കേണ്ടവർ സക്കാത്ത് കൊടുക്ക്, സദഖ കൊടുക്കാൻ കഴിയുന്നവർ സദഖ കൊടുക്ക്. കാരണം പ്രതിഫലം വാരിക്കോരാൻ പറ്റുന്ന സമയമാ. മാസത്തിന്റെ അവസാനമെത്തി. ഇനി സക്കാത്ത് കൊടുക്കണം, സദഖ കൊടുക്കണം, പാവങ്ങളെ സഹായിക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ വിചാരിക്കുന്നത് ഭർത്താവ് കുറച്ച് 50-ന്റെയും 100-ന്റെയും 20-ന്റെയും നോട്ട് കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കൊടുക്കാൻ. വരുന്നവർക്ക് ഇങ്ങനെ കൊടുത്താൽ സക്കാത്ത് വീടൂല്ല. അത് സദഖയാ. സക്കാത്ത് വേറെ, സദഖ വേറെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സക്കാത്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റൂല. സക്കാത്ത് കൊടുത്താൽ അത് വീടണമെങ്കിൽ അതിന് അർഹതപ്പെട്ടവരെ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് കൊടുത്താലേ വീടൂ. സദക്ക വേറെ ആർക്ക് വേണമെങ്കിലും, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും 500 രൂപ കൊണ്ട് നിന്റെ കൈ തരാം ഉസ്താദ്, സദക്കയുടെ കൂലി. പക്ഷെ സക്കാത്ത് വീടാൻ എൻ്റെ സക്കാത്തിന്റെ പൈസ എൻ്റെ അടുത്ത് കൊണ്ട് തന്നാൽ വീടൂല്ല. സക്കാത്തിന് അർഹനല്ല ഞാൻ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സക്കാത്തിന്റെ പൈസ കണക്ക് നോക്കണം. ഒരു വർഷം കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ കണക്ക് നോക്കിയിട്ട് നിന്റെ കയ്യിലുള്ള പൈസയുടെ അത് കണക്ക് നോക്കി അതിന്റെ അവകാശപ്പെട്ടത് പാവപ്പെട്ടവന്റെ അവകാശമാ കൊണ്ടുകൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ പറയുന്ന 4 വരി ബൈത്ത് നിങ്ങൾക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? ഞാൻ പറയുന്ന ഈ 4 വരിയുള്ള ബൈത്ത് പെങ്ങളെ നിനക്കൊന്ന് പാരായണം ചെയ്യാൻ കഴിയുമോ? പെങ്ങളെ, അല്ലാഹു നിനക്ക് നല്ല മരണം തരും. പെങ്ങളെ, അല്ലാഹു നല്ല മരണം തരും. ചെറുപ്പക്കാരാ, മോനെ, എല്ലാ ദിവസവും പറയുന്നില്ല, എല്ലാ ദിവസവും ഇത് നീ പറയണ്ട. പെങ്ങളെ, വെള്ളിയാഴ്ച ദിവസം ഒരു 5 പ്രാവശ്യം നിനക്ക് പറയാൻ കഴിയുമോ? അതാ വേടന്റെ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാരാ മക്കളെ, അതുകൊണ്ട് നിനക്ക് ആഖിബത്ത് നന്നാകില്ല. നല്ല മരണം കിട്ടാൻ ഞാനൊരു ബൈത്ത് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയുന്ന ബൈത്താണ്. എല്ലാ ദിവസവും പറയുന്നില്ല. വെള്ളിയാഴ്ച ദിവസമല്ലാ ഒരു 5 പ്രാവശ്യം ഈ ബൈത്ത് പാരായണം ചെയ്താൽ അല്ലാഹു നല്ല മരണം തരും. പെങ്ങള്, ഏത് ബൈത്താണെന്നറിയുമോ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി യഹിലാ അലാ അഖ്വാ അലാ നാരിൽ ജഹീമി فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس يهلا على أقوى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العظيم. എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ, എല്ലാവർക്കും അറിയുന്ന ഒരു 4 വരിയാടോ. പെങ്ങളെ, പാടാൻ മറക്കല്ലേ മോള്. എല്ലാ വെള്ളിയാഴ്ച ദിവസം നിനക്ക് സമയം കിട്ടുമ്പോ ഒന്നുകൂടി ഇരുന്നിട്ട് ഒരു 5 പ്രാവശ്യമെങ്കിലും പടച്ചവനെ ഒന്ന് പാരായണം ചെയ്യ്. അല്ലാഹുവേ, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, നല്ല മരണം കിട്ടണേ അല്ലാ എന്ന നിയത്തോടെ പാരായണം ചെയ്യ്. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, ദുആ ചെയ്യാൻ പോകുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. പടച്ചവനെ, ഇന്ന് 1 പവന് സ്വർണ്ണത്തിന്
സ്വർണത്തിന് 1 ലക്ഷം രൂപയുടെ മുകളിൽ വിലയാ സഹോദരാ. 1 ലക്ഷം രൂപയുടെ മുകളിലാണ് ഒരു പവന സ്വർണത്തിന്. സ്വപ്നം കാണുകയാ സഹോദരാ. എത്രയോ പാവങ്ങളുണ്ടോ നിങ്ങളുടെ നാട്ടിൽ, എത്രയോ യതീമീങ്ങളുണ്ട്. പടച്ചവനെ, സ്വന്തം മകളുടെ വിവാഹത്തിന് സ്വപ്നം കാണുന്നവർ. അല്ലാ, തന്റെ പൊന്നുമോൾക്ക് 100 പവൻ കൊടുക്കാൻ ആഗ്രഹമില്ല. തന്റെ പൊന്നാര മകൾക്ക് പടച്ചവനെ എവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത്? അല്ലാ, സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ. നമ്മൾ പോലും ഇന്ന് പൈസ കൊടുക്കാൻ, പടച്ചവനെ സ്വർണം വാങ്ങാൻ നമ്മളെ പോലും പലർക്കും കഴിയുന്നില്ലടോ. അപ്പോഴെങ്ങനെ ആരാരുമില്ലാത്ത യതീമീങ്ങളായ പെൺകുട്ടികൾ നിങ്ങളുടെ നാട്ടിലില്ലേ? പാവപ്പെട്ടവർ, ക്യാൻസറും ട്യൂമറും തളർന്നു കിടക്കുന്ന ഉപ്പമാര് സ്വന്തം മക്കളെ എങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ കഴിയും? പടച്ചവര്, സങ്കടത്തിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ടോ. അവരെ നമ്മൾ മറന്നിട്ട് നമ്മൾ എന്തു പുണ്യം ചെയ്തിട്ട് എന്ത് നേടാനാ സഹോദരാ? ആ പാവപ്പെട്ടവരുടെ കണ്ണുനീര് ശാപമല്ലേ? പെണ്ണേ, ഇന്ന് പള്ളികളിൽ ലെറ്റർ പേഡ് കൊടുത്തു വിടുകയാണ്. ഇവര് യാചിക്കാൻ അർഹതയാണ്, ഇവർക്ക് യാചിക്കാൻ അർഹതയുണ്ടെന്ന് പറഞ്ഞ് പള്ളി കമ്മിറ്റിക്കാര് ലെറ്റർ പേഡ് എഴുതിയിട്ട് നാട് മുഴുവനും പിരിവെടുക്കാൻ പറഞ്ഞു വിടുന്ന കാലമല്ലേ സഹോദരാ? വല്ലാത്ത സങ്കടമാടോ, വല്ലാത്ത സങ്കടമാടോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമ്മളല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ടത്. അവരുടെ ദുആയുടെ മഹത്വം നമുക്കറിയാഞ്ഞിട്ടാണ്. ആ യതീമായ പെൺകുട്ടിയുടെ ഒരു ദുആ മതി നിന്റെ തലമുറകൾ പോലും രക്ഷപ്പെടാൻ. തലമുറകൾ പോലും രക്ഷപ്പെടാൻ ഒരു ദുആ മതി സഹോദരാ. അതുകൊണ്ട് എത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടി നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണ്ട്, നമ്മളെ കൊണ്ടൊരു ആർക്കെങ്കിലും ഒരു ഉപകാരമുണ്ടാകണ്ട്. ആരും എന്നോട് പറഞ്ഞില്ല, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പറയുകയാണ്. അല്ലാ, ഇന്ന് ഇത്രയും പേര് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിഞ്ഞു പോകുമ്പോ ഈ നാട്ടിലെ യതീമായ ഒരു മകൾക്ക് 1 പവനെങ്കിലും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞാൽ, ആ പെൺകുട്ടിയുടെ വിവാഹം വരുമ്പോ 1 പവൻ സ്വർണമെങ്കിലും നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാ അത് വലിയ ഒരു സന്തോഷമാണോ? അതൊരു വലിയ നല്ല കാര്യമാണോ? ആ കുടുംബത്തിന്റെ ദുആ കിട്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് നമ്മൾക്ക് നമ്മളൊന്ന് വിചാരിച്ചാ നടക്കുമടോ. അതുകൊണ്ട് അല്ലാ, ഞങ്ങൾക്ക് ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എല്ലാവരും പറഞ്ഞു നല്ല മരണം വേണമെന്ന്. ആത്മാർത്ഥമായി ചിന്തിക്കടോ. ഞാൻ എന്നോട് ചോദിക്കാം, ഇരിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക്, നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരാറ് ഒരു നന്മ ചെയ്യാതെ പറ്റുമോ? എന്തെങ്കിലും ഒരു നന്മ ചെയ്യണ്ട്. വാപ്പാ നീ നിസ്കരിക്കാറുണ്ട്, വാപ്പാ നീ നിസ്കരിക്കാറുണ്ട്. നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഏറ്റവും ചെറിയ സൂറത്താണ് ഓതുന്നത്. 4 പേര് കാണാനുണ്ടെങ്കിൽ നീ വലിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കും. ആള് കാണാനില്ലെങ്കിൽ എളുപ്പത്തീർക്കും. ഇതാണ് നമ്മുടെ നമസ്കാരം. നമ്മൾ പടച്ചവനെ സദക്ക കൊടുക്കും. നാട്ടുകാരറിയണം, പേര് വിളിച്ചു പറയണം, ഫ്ലെക്സ് വെക്കണം, വാട്സപ്പിലൂടെ നിനക്ക് വേണ്ടി ദുആ വേണം, എങ്കിലേ നമ്മൾ കൊടുക്കാൻ തയ്യാറാകൂ. പടച്ചവനെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നാട്ടുകാർക്ക് മുഴുവനും അറിയാം നീ ഹജ്ജ് ചെയ്തവനാണെന്ന്, നീ ഉംറ ചെയ്തവനാണെന്ന്, നീ സുന്നത്ത് നോമ്പ് പിടിക്കുന്നവനാണെന്ന്. പടച്ചവനെ, ഇതൊന്നും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല സഹോദരാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ അൻസിൽഹുൽ മഖഅദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റഹ്മർ റഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. തെറ്റുകളും ന്യൂനതകളും നിന്റെ കരുണ കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. ഈ രാത്രിയിൽ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ മജ്‌ലിസിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ, ഈ നീട്ടുന്ന കയ്യ നീ തട്ടിക്കളയല്ല റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടെ നിന്നിറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞു പോകുന്ന ഹാജിയെ പോലെ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല തമ്പുരാനെ.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിലാണ് റഹ്മാനെ, അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. പടച്ചവനെ ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ, മാരകമായ അറുത്തുമുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാനെ, നല്ല മരണം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ല തമ്പുരാനെ. നോക്കി നോക്കി മടുത്തു മരിക്കാൻ വേണ്ടി സ്വന്തം മക്കൾ തന്നെ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ, കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഇവിടെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാരെ നീ സ്വീകരിക്കണേ അല്ലാ, ഖതീബ് ഉസ്താദ് ഉൾപ്പെടെ സർവ്വ ആലിമീങ്ങളുടെയും ഖിദ്മത്തുകൾ സ്വീകരിക്കണേ അല്ലാ. അൽഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ അവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ രാത്രി 1 മണി വരെ ഈ സദസ്സിലിരുന്ന് എൻ്റെ പ്രായമുള്ള ഉപ്പമാർക്ക് ആഫിയത്തും ദീർഘായുസും നല്ല മരണവും കൊടുക്കണേ അല്ലാ. ഈ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്, അപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ റഹ്മാന്, നല്ല ജീവിതം കൊടുക്കണേ തമ്പുരാന്, നല്ല ജോലി കൊടുക്കണേ തമ്പുരാന്. വിദ്യാർത്ഥികൾ അനുസരണയുള്ള മക്കളാക്കണേ പടച്ചവന്. പരീക്ഷ എഴുതുന്ന ഉന്നത വിജയം കൊടുക്കണേ അല്ലാ, ഉന്നത വിജയം കൊടുക്കണേ അല്ലാ. സങ്കടപ്പെടുത്തല്ലേ അല്ലാ, എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ കൈവിടല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ല റബ്ബേ, അറുത്തു മുറിക്കല്ല റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ല റബ്ബേ. നല്ല മരണം കൊടുക്കണേ റബ്ബേ, അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ റബ്ബേ. അല്ലാഹുവേ ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ, നീ കൈവിടല്ലേ അല്ലാ. അവരുടെ ചുവട്ടടികൾക്ക് പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവരുടെ പരിശ്രമങ്ങൾ വിജയിപ്പിക്കണേ അല്ലാ, അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ അല്ലാ. മരിക്കുന്ന സമയത്ത് അതിന്റെ പ്രതിഫലം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. റഹീമായ റബ്ബേ ഭക്ഷണം തന്ന കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ തമ്പുരാന്, സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ തമ്പുരാന്, സ്വർഗത്തിന്റെ പാനീയം കുടിപ്പിക്കണേ തമ്പുരാന്. ആ സഹോദരിമാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഗർഭിണിക്ക് സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ജീവിത മാർഗത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. പടച്ചവനെ മൈക്ക് സെറ്റിന്റെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. കൂടെയുള്ള സ്റ്റാഫുകളെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാന്, അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ തമ്പുരാന്. ക്യാമറയുടെ പ്രവർത്തകരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ അവരുടെയൊക്കെ ദഅവത്ത് നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാളെയും നീ വെറും കയ്യോടെ മടക്കല്ല തമ്പുരാന്. യതീമായ മക്കൾക്ക് വേണ്ടി ചോദിച്ചപ്പോ 1 പവൻ വെച്ച് ചോദിച്ച് ചെയ്തവരുണ്ട് റഹ്മാന്, നീ സ്വീകരിക്കണേ അല്ലാ. പ്രവാസികളുടെ പ്രയാസം മാറ്റണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ, ഈ ലോകത്ത് നൽകണേ അല്ലാ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർക്ക് മുഴുവനും നല്ല മരണം കൊടുക്കണേ തമ്പുരാന്. ഈ ബക്കറ്റിൽ ഓരോ രൂപയിട്ടവർ നിനക്കറിയും പടച്ചവനെ, കൈവിടല്ലേ തമ്പുരാന്. അല്ലാഹുവേ മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. നല്ല മരണം നൽകണേ അല്ലാ. ആരുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ല റബ്ബേ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ തമ്പുരാന്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാന്. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നീ മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ചു ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പിഞ്ചുമക്കളെ യതീമീങ്ങളാക്കല്ല റബ്ബേ. അല്ലാഹുവേ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല റഹ്മാന്. ഞങ്ങളുടെ ഭാര്യമാരെ ചെറുപ്പത്തിലെ നീ വിധവകളാക്കല്ലേ അല്ലാ.
അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ അല്ലാ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചു പരീക്ഷിക്കല്ലേ അല്ലാ. റഹീമായ റബ്ബേ, ഇന്ന് രാത്രി ആരെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയോ ഞങ്ങൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. എൻ്റെ ഉപ്പയും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ഭാര്യ പിതാവും ഖബറിലാണ് റബ്ബേ. സ്വർഗം കൊടുക്കണേ തമ്പുരാന്. ഉമ്മാന്റെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ തമ്പുരാന്. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും എൻ്റെ മക്കളും എനിക്ക് സ്വർഗം വാങ്ങിത്തരുന്ന മക്കളാക്കണേ തമ്പുരാന്. എൻ്റെ പൊന്നുമക്കളുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ പടച്ചവനെ. എൻ്റെ പൊന്നുമോം എൻ്റെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ തമ്പുരാനെ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ വന്ന പിഴവുകളൊക്കെ പൊറുക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. ദുആഇക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം ഈ രാത്രിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയോ റബ്ബേ നിന്റെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. പടച്ചവനെ നരകമോചനം നൽകണേ അല്ലാ. സ്വർഗത്തിലൊരിടം നൽകണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം ഈ പരിപാടിയുടെ വിജയത്തിനു വേണ്ടി പരിശ്രമിച്ചോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. അല്ലാ, ഞങ്ങൾ ഇന്ന് പിരിയുകയാണ്. ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞങ്ങൾ കണ്ടില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ അല്ലാ. ഈ ദുആ അവസാന ദുആക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസാക്കല്ലേ അല്ലാ. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ ഞങ്ങളുടെ തൗബയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ നീ തൗബയാക്കണേ റഹ്മാനെ. ഈ മഹല്ലിൽ സങ്കടത്തിൽ പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരുടെ പ്രയാസവും നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.